വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ഒരു ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ അത് ഉരുളൻകിഴങ്ങ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ കുറച്ച് കനം കുറഞ്ഞിട്ട് അതിൽ കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഒരു 5-8 സ്പൂൺ അതിടുന്നു. പിന്നെ കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ മിക്സ് ആക്കണം. കുറച്ച് വെള്ളം കൂട്ടണം. നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിൻ്റെ ഉരുളൻകിഴങ്ങിൻ്റെ ഒപ്പം പിന്നെ നമുക്കത് പാനിൽ ഫ്രൈ ചെയ്യണം. ഓരോ കഷ്ണങ്ങളായിട്ട് ഇത് പാനിൽ വെളിച്ചെണ്ണയിലിടണം. ഇത് നമ്മളിങ്ങനെ പാനിൽ ഒരുമിച്ച് കൂട്ടിയിടാനായിട്ട് പാടില്ല. ഓരോന്നോരോന്ന് വേർതിരിച്ചിടണം. അല്ലെങ്കിൽ നമുക്ക് എല്ലാതും കൂടി ഒരുമിച്ചാവുമല്ലോ ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേർതിരിച്ച് കിട്ടണം. ഇതുപോലെ അപ്പോൾ നമ്മൾ വെച്ച ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിൽ എടുക്കട്ടെ. പിന്നെ ഒരു ട്രിപ്പും കൂടി ഞാൻ ഇടാൻ പോവാം. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ടോളാം. അല്ലെങ്കിൽ അത് എല്ലാം കട്ടകുത്തി നിൽക്കും. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തിൻ്റെ അതിൽ സവാള ഇടണം. പച്ചമുളക്, കുനുകുന അരിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു 5-8 കുറച്ച് വെളുത്തുള്ളി, നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാത്ത കാരണം ഞാൻ അത് ഇട്ടിട്ടില്ല. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ അതും ഇടാം. ലേശം ഉപ്പിടാം. അധികം ഫ്രൈ ആവണ്ട. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് വീട്ടാം. അതുപോലെ ഒരു 1/2 സ്പൂൺ സോയാ സോസ്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങ് ഞാൻ ഇതിലിടണം. എല്ലാം കൂടി മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി പൊട്ടറ്റോ തയ്യാറായി. അപ്പോൾ നമ്മുടെ ചില്ലി പൊട്ടറ്റോ തയ്യാറായി. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ നിങ്ങൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.